ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ വെനസ്ഡേ എത്തിയിരിക്കുന്നു നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം. അപ്പോൾ സാധാരണയായിട്ട് ബ്യൂട്ടി വ്ളോഗ് ഞാൻ മിസ് ചെയ്യാതിരിക്കാനായിട്ട് മാക്സിമം നോക്കാറുണ്ട്. പക്ഷേ ചിലപ്പോൾ അറിയാണ്ട് മിസ്സായി പോകുന്നുണ്ട്, സമയക്കുറവാണ് പ്രധാനം. അപ്പോൾ എന്തായാലും ഇന്ന് ബ്യൂട്ടി വ്ളോഗ് നമ്മൾ വളരെ ശക്തമായി ചെയ്യാൻ പോവുകയാണ്. എനിക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട്, ജലദോഷം, ചെറിയൊരു കിച്ച് എല്ലാം ഉണ്ട്. ആൻറ്റിബയോട്ടിക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് അത് സൗണ്ടിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ. എനിവേ, നമ്മുടെ ബ്യൂട്ടി വ്ളോഗിനെ ഒന്നും മാറ്റി വയ്ക്കുന്നില്ല. നമുക്ക് മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടാനുള്ള കാര്യമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന്, അതായത് വളരെ ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് മുഖസൗന്ദര്യം കൂട്ടാൻ എന്താ ചെയ്യാൻ പറ്റുക. ഞാൻ ഒരുപാട് DIYs കാണിച്ചിട്ടുണ്ട്, എല്ലാം നല്ലത് തന്നെയാണ് കേട്ടോ. എന്നോട് ചോദിക്കും അത് ചെയ്യാൻ പറയുന്നു ചേച്ചി, ഇത് ചെയ്യാൻ പറയുന്നു, പക്ഷേ നമ്മൾ ശരിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ആക്ച്വലി പറഞ്ഞാൽ എല്ലാം ചെയ്യാം, മാറി മാറി ചെയ്യാം. അതിൽ ഏറ്റവും നമുക്ക് ഓരോരുത്തരുടെ സ്കിന്നും ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് ചില കാര്യങ്ങളായിരിക്കും ഏറ്റവും ഇഫക്റ്റീവായിട്ട് വരുന്നത്, ചിലർക്ക് വേറെ ചില കാര്യങ്ങളായിരിക്കും. അതുകൊണ്ടാണ് എല്ലാം പറയുന്നത്. എനിക്ക് ഒരുവിധം ഞാൻ ഇതുവരെ കാണിച്ചിട്ടുള്ള എല്ലാ DIYസും എനിക്ക് വളരെ ഇഫക്റ്റീവാണ്. അതുകൊണ്ട് ഞാനിത് മാറി മാറി ചെയ്യാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളും ഉണ്ട്, മാറി മാറി ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട്. ഇതിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, ഇതൊരു പെട്ടെന്ന് നമുക്ക് സുന്ദരിയാകാമെന്ന് പറയുമ്പോൾ, നമുക്കൊരു വെഡ്ഡിങ് ഫംഗ്ഷന് പോകണം, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകണം, എന്തെങ്കിലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ഫേഷ്യൽ ചെയ്യാൻ പോകാനുള്ള സമയമൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് മുഖമൊന്ന് നല്ല ഭംഗിയാക്കിയാൽ എങ്ങനെയുണ്ടാവും. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നല്ല ബ്രൈറ്റ് ആക്കി എടുക്കാം. നല്ല എന്താ പറയുക, ഉള്ള കളറിനെ നമുക്ക് കുറച്ചുകൂടി കൂട്ടി നല്ല ലൈറ്റൻ ചെയ്ത് ഗ്ലോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പെട്ടെന്നുള്ളൊരു ഫേസ് പാക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും മുഖത്ത് പറ്റിയാലും നല്ല കാര്യമാണ്. അപ്പോൾ പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് കാണണ്ടേ, ഞാൻ കാണിച്ചു തരാം, എടുത്തു വെച്ചിട്ട്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതെ, കഞ്ഞിവെള്ളം കട്ടിയാക്കി വെച്ചത്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. അപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കും. ഓക്കെ, പിറ്റേ ദിവസം എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. നല്ല രസമുണ്ട് ഇല്ലേ, നല്ല ജെല്ലി പോലെ ഇരിക്കും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിപ്പോൾ ഞാനൊരു പെട്ടെന്ന് സുന്ദരിയാകാനായിട്ട് ഈസി മെത്തേഡിൽ ഒരു എന്താ പറയുക, ഒരു പാക്കറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു മാറ്റം വരും. പക്ഷേ ഇത് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയൊരു കാര്യമാണ്. എല്ലാ ദിവസവും ഒരു കോട്ടൺ പാഡിൽ മുക്കിയിട്ട് മുഖമൊക്കെ ക്ലെൻസ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് പുരട്ടി കുറച്ച് നേരം നടക്കുക. ഒരു 10-25 മിനിറ്റ്, അരമണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റ് എല്ലാം സ്കിന്നിൽ പിടിച്ച് കഴിയും. അത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാൻ എൻ്റെ ബെനിഫിറ്റ്സ് മാത്രമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതാണ് നമ്മുടെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ ഒന്ന് കടലമാവ്. കടലമാവ് അറിയാമല്ലോ, നല്ലൊരു സംഭവമാണ് കടലമാവ്. ഞാൻ പക്ഷേ കൂടുതൽ അരിപ്പൊടിയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. പക്ഷേ കടലമാവ് ഇസ് അഗെയിൻ എ വെരി ഗുഡ് ഇൻഗ്രീഡിയൻറ്റ്. ബ്യൂട്ടി പ്രോഡക്ട്സിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇത് ഞാൻ അധികം ഉപയോഗിക്കാത്തതെന്ന് വെച്ചാൽ, ഇത് എനിക്ക് എന്താ പറയുക, ഇത് കുറച്ച് ഡ്രൈ ഔട്ട് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അരിപ്പൊടിയെക്കാട്ടിലും നമ്മൾ ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റാണ്. പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് ചിലപ്പോൾ ഡ്രൈനെസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഇത് നല്ലൊരു പ്രോഡക്റ്റാണ്. പക്ഷേ ഇത് നമുക്ക് ഡ്രൈനെസ് വരാതിരിക്കാനുള്ള മെത്തേഡ് ഞാനിതിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ ഇനി അരിപ്പൊടിയുടെ ആവശ്യമില്ല. കാര്യം നമ്മൾ കഞ്ഞിവെള്ളമല്ലേ ഉപയോഗിക്കുന്നത്, അതൊരു കാര്യം. ഇപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ ആ ചോറിൻ്റെ സത്താണ് കംപ്ലീറ്റ്. അരിയുടെ എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. പിന്നെ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കോഫി. ഇത് പ്യുവർ കോഫിയാണ് കേട്ടോ. കോഫി ബീൻസ് പൊടിച്ച കോഫി പൗഡറാണ്. ഇങ്ങനെ പ്യുവർ കോഫി ആയിട്ടും നമുക്ക് വാങ്ങാൻ കിട്ടും. നമ്മൾ കോഫി പൗഡറൊക്കെ ഉണ്ടാക്കുന്ന കടകളിൽ ചോദിച്ചാൽ ചെയ്തു തരും. ഇൻസ്റ്റൻറ്റ് കോഫിയല്ല. ഓക്കെ, ഇതിനകത്ത് ചിക്കോറി മിക്സ് ഇല്ല, പ്യുവർ കോഫിയാണ്. അപ്പോൾ ഇതാണ് വേറൊരു കാര്യം. എന്താ വേണം. അപ്പോൾ ഇതും ഭയങ്കര നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഈ കഞ്ഞിവെള്ളത്തിൽ ചില കോമ്പൗണ്ട്സ് ഉണ്ട്. കോമ്പൗണ്ട്സ് പറഞ്ഞാൽ ഫെറുളിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞ ചില കോമ്പൗണ്ട്സ് ഉണ്ട്. അത് മാത്രമല്ല വൈറ്റമിൻ സിയുടെ കുറച്ച് ട്രേസസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ മുഖത്തുണ്ടാകുന്ന എന്താ പറയുക, സൺ ഡാമേജ്, പിന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ്, ഇത്തരം കാര്യങ്ങളെല്ലാം അത് മാറ്റിത്തരും. കുറച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയും തരും. കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ജെൻറ്റിൽ എക്സ്ഫോളിയേറ്ററാണ്. അതായത് സ്കിന്ന് നല്ലതായിട്ട് ക്ലെൻസ് ചെയ്ത് തരും. ഓക്കെ, ഒരു ജെൻറ്റിലായിട്ടുള്ള ക്ലെൻസിങ് ആണ് നടക്കുന്നത്. എക്സ്ഫോളിയേറ്റ് ചെയ്ത് തരും, ഡെഡ് സ്കിൻ സെൽസ് എല്ലാം പോകുന്ന രീതിയിൽ. അപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ കഞ്ഞിവെള്ളം അത്രത്തോളം നല്ലതാണ്. പിന്നെ ഇതിൽ ഒരുപാട് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ധാരാളം അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഞാൻ പിന്നെ ഓൾറെഡി പറഞ്ഞു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അമിനോ ആസിഡ് ഉണ്ട്. അപ്പോൾ അത് ആൻറ്റി ഏജിങ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അതായത് ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏജിങ് പ്രോസസ്സ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുകയോ, സ്കിന്നിൻ്റെ ഏജിങ് പ്രോസസ്സാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ സ്വന്തം ഏജ് എന്തായാലും ഇപ്പോൾ 50 വയസ്സായാലും 50, 51, 52 അങ്ങനെ പോകും. പക്ഷേ സ്കിൻ ഏജ് ചെയ്യുന്ന പ്രോസസ്സ് ഒന്ന് കുറച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ ടോട്ടലി ഒരു നല്ല രീതിയിലുള്ളൊരു മാറ്റം കൊണ്ടുവരും ആ ഒരു ഏജിങ് സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻറ്റി ഏജിങ് ആണെന്നും ഇത് പറയുന്നുണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ കഞ്ഞിവെള്ളം മുഖത്ത് പുരട്ടുകയാണെങ്കിൽ
ആൻറ്റി ഏജിങ് ആണ്. മുഖത്തുണ്ടാകുന്ന ഫൈൻ ലൈൻസ് റിങ്കിൾസ് എല്ലാം മാറിക്കിട്ടും. അങ്ങനെ ഒരുപാട് ബെനിഫിഷ്യലാണ് കാര്യങ്ങൾ. പിന്നെ അമിനോ ആസിഡ് അടങ്ങിയിരിക്കുന്നു, ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അതെല്ലാം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ അതുപോലെ ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ ദിവസവും ഉപയോഗിക്കുകയാണെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് മുഖത്ത് ആക്നി പിമ്പിൾസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ബ്രേക്ക് ഔട്ട്സ് വരുമല്ലോ, ചില കുരു വന്ന് പൊട്ടി അതെല്ലാം കഴിഞ്ഞിട്ട് ചില മാർക്കുകൾ റെഡായിട്ട് റെഡിഷ്നെസ്, ഒരു സ്കാർ പോലെ വരും, കുറച്ച് തടിച്ചിരിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ അതെല്ലാം സൂത്താക്കിയിട്ട് വളരെ സൂത്തൻ ചെയ്ത് കൂളാക്കി അതെല്ലാം കുറച്ച് കൊണ്ടുവരും. അപ്പോൾ ഒരു നീരൊക്കെ മാറ്റിയിട്ട് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ഉള്ളൊരു പ്രോപ്പർട്ടി ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് കൂൾ ഡൗൺ ചെയ്ത് തരും, സൂത്തൻ ചെയ്ത് തരും. ഈ സൂത്തിങ് പ്രോപ്പർട്ടിയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. സൺ ബേൺ ആവുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര വെയിലത്തൊക്കെ പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും മോര് പുരട്ടണം എന്ന് പറയും. അതുപോലെ തന്നെ നല്ലതാണ് കഞ്ഞിവെള്ളം പുരട്ടിയാലും, അത് ഭയങ്കര സൂത്തിങ് ആണ്. ഓക്കെ, തണുത്ത കഞ്ഞിവെള്ളം തന്നെ പുരട്ടുകയാണെങ്കിൽ സൺ ബേൺ എല്ലാം മാറി കിട്ടും. സ്കിന്നൊക്കെ ഭയങ്കര ഒരു സപ്പിളായിട്ട് ഭയങ്കര സോഫ്റ്റ് ആൻഡ് നല്ല റെഡിഷ് ആയിട്ട് വരുന്ന, നമ്മളിങ്ങനെ വെയിലത്ത് വാടിക്കരിഞ്ഞ് വരുന്നതൊക്കെ മാറി നല്ല ബ്രൈറ്റായിട്ട് മാറും. ഓയിലി സ്കിന്നുകാർക്കും കഞ്ഞിവെള്ളം തേക്കുന്നത് വളരെ നല്ലതാണ്. റെഡ്യൂസ് ചെയ്യും ഓയിലി സ്കിന്നുകാരുടെ ആ ഒരു ഓയിൽ പ്രൊഡക്ഷൻ്റെ ആ ഒരു ഫീല് കുറച്ച് കൊണ്ടുവരും, നന്നായിട്ട് മാറ്റം കൊണ്ടുവരും. ഇപ്പോൾ ഡ്രൈ സ്കിന്നിനെക്കാട്ടിലും ഇപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് അത് പുരട്ടുകയാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. ആ ഓയിലി സ്കിന്നിൻ്റെ ആ ടെക്സ്ചർ ഒന്ന് മാറ്റിത്തരാം, ആ ഓയിൽ ഇതിൻ്റെ ഒരു ഇത് കുറച്ചുകൊണ്ട് വരും. ഈ ഓയിലി സ്കിന്നുകാർക്കാണ്. പിന്നെ അതുപോലെ ഭയങ്കര പോസൊക്കെ ഉണ്ടാകും. അപ്പോൾ പോസ് ഉള്ളവർക്ക്, ഓയിലി സ്കിന്നുള്ളവർക്ക് എല്ലാം ഭയങ്കര നല്ലതാണ്. അപ്പിയറൻസ് ഓഫ് പോസ് അത് മിനിമൈസ് ചെയ്ത് കൊണ്ടുവരും. വലിയ പോസ്, ഓപ്പൺ പോസൊക്കെ ചുരുക്കി കൊണ്ടുവരും. അപ്പോൾ കുഞ്ഞ് പോസാക്കി മാറ്റും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എല്ലാ ദിവസവും പുരട്ടുകയാണെങ്കിൽ കഞ്ഞിവെള്ളം ഈസ് എ വെരി ഗുഡ് ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ബ്യൂട്ടി സംരക്ഷിക്കുന്നതിൻ്റെ കാര്യത്തിൽ, നമ്മുടെ സ്കിൻ കെയറിൻ്റെ കാര്യത്തിൽ, ഓവറോൾ സ്കിന്നിൻ്റെ ഹെൽത്തും അതിൻ്റെ ഓവറോൾ അതിൻ്റെ സ്കിന്നിൻ്റെ ടോണും ബ്രൈറ്റ്നസ്സും എല്ലാം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് കഞ്ഞിവെള്ളം. ഓക്കെ, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് നടന്നു കിട്ടും. പിന്നെ ഇത് കൂടാണ്ട് ഒരു കാര്യം കൂടിയുണ്ട്, നന്നായിട്ട് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും. ഓക്കെ, ഹൈഡ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല ഒരു ആ ഡ്രൈനെസ് ഒക്കെ പോയിട്ട് നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് തരും. നല്ല ഒരു പ്ലം ആയിട്ട് നമുക്ക് തോന്നും. നമുക്ക് നല്ല സ്കിന്നിങ്ങനെ വലിഞ്ഞിരിക്കില്ല, നല്ലതായിട്ടൊരു ഹൈഡ്രേറ്റ് ചെയ്ത് മോയ്സ്ചറൈസ് ചെയ്ത് തരും. നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങളെല്ലാം മനസ്സിലായി. നമ്മൾ വെറുതെ എടുത്ത് കളയുന്ന കാര്യമാണ്, പക്ഷേ അത് ഭയങ്കര ഗുണമാണ്. അത് കുറച്ചെടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക ഫ്രിഡ്ജിൽ. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം പിറ്റേ ദിവസം ഉപയോഗിക്കുക. അങ്ങനെ എല്ലാ ദിവസവും തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ചെറിയ ബൗളിലെടുത്ത് വയ്ക്കുക, എല്ലാ ദിവസവും ഉപയോഗിക്കുക. അപ്പോൾ ഡെയിലി യൂസിന് പറ്റിയൊരു കാര്യമാണ് കഞ്ഞിവെള്ളം. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ആ ഡെയിലി യൂസിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരു പാക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പാർട്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗുണം മനസ്സിലായില്ല. അതും കൂടി ചേർന്ന് വരുന്ന പാക്ക് ആയതുകൊണ്ട് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് സുന്ദരിയാകാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പിന്നെ കോഫി പൗഡറിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ലൊരു എക്സ്ഫോളിയൻ്റ് ആണ് കോഫി പൗഡർ. ഈ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്ന കാര്യത്തിൽ, സ്കിന്ന് കളർ കൂട്ടുന്ന കാര്യത്തിൽ, ബ്രൈറ്റ് ആക്കുന്ന കാര്യത്തിൽ, ഗ്ലോ ആക്കുന്ന കാര്യത്തിലെല്ലാം നമ്പർ 1 ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, പ്രധാനപ്പെട്ട ഒരാൾ. ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് കോഫി കോഫിയിലെല്ലാം. പിന്നെ നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് വന്ന് യു വി റേസിൻ്റെ ഡാമേജ് നമ്മുടെ സ്കിന്നിന് പറ്റുകയാണെങ്കിൽ അതെല്ലാം ആ ഡാമേജ് കുറച്ച് കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് കോഫി. പിന്നൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ കണ്ണിനടിയിലുള്ള കറുപ്പ്, കണ്ണിനടിയിലുള്ള പഫിനെസ്, ഇത്തരം കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് ഡെയിലി കണ്ണിനടിയിൽ കോഫി വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പാക്ക് ഇടുകയാണെങ്കിൽ, വെറുതെ കോഫി ഒന്ന് മിക്സ് ചെയ്തിട്ടാലും തെറ്റില്ല, ഇടുകയാണെങ്കിലും ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. ഞാൻ പറയുന്നത് വളരെ നല്ലതാണ് കേട്ടോ, അതങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. ഞാനൊന്നും എപ്പോഴും ചെയ്യുന്നില്ല, ചെയ്താൽ ഭയങ്കര എഫക്റ്റീവായിരിക്കും. ഡെയിലി ഒരു ചിട്ടയായിട്ട് നമ്മൾ കോഫി കണ്ണിൻ്റെ താഴെ ഇങ്ങനെ പുരട്ടുകയാണെങ്കിൽ, കോഫി മിക്സ് ഒരു പേസ്റ്റാക്കി ചെയ്യുകയാണെങ്കിൽ നല്ലതായിട്ട് കണ്ണിനടിയിലെ കറുപ്പ് മാറും, പഫിനെസ് മാറും, ഒക്കെ മാറും. അതായത് ഇതിനൊരു പ്രത്യേക കഴിവുണ്ട്, അതായത് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട്. ഇപ്പോൾ കണ്ണിനടിയിലൊക്കെ തടിപ്പ് വരുന്നതുമൊക്കെ ഫ്ലൂയിഡ്, മുഖമൊക്കെ നീര് വരുന്നതൊക്കെ ഒരു ഫ്ലൂയിഡ് റിട്ടൻഷനും കൂടി ഉള്ളതുകൊണ്ടാണ്. അത് ഒഴിവാക്കി തരാനായിട്ട് കോഫിക്ക് സഹായിക്കാൻ പറ്റും. പിന്നെ ആൻറ്റി പിഗ്മെൻറ്റേഷനാണ്, പിഗ്മെൻറ്റേഷൻ്റെ മാർക്ക്, ഡാർക്ക് സ്പോട്ട്സ് എല്ലാം ഫെയ്ഡ് ചെയ്യാനായിട്ടും കോഫി സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ സെല്ലുലൈറ്റ്സ്, സ്കിന്നിലുണ്ടാകുന്ന സെല്ലുലൈറ്റ്സ് റിഡ്യൂസ് ചെയ്യാനായിട്ട് ബ്ലഡ് ഫ്ലോ നന്നായിട്ട് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് സെല്ലുലൈറ്റിൻ്റെ പ്രൊഡക്ഷൻ അത് കുറച്ച് കൊണ്ടുവരും. റിഡ്യൂസസ് സെല്ലുലൈറ്റ് ബൈ ഇംപ്രൂവിങ് ഒരു ബ്ലഡ് ഫ്ലോ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൂടി കോഫിക്കുണ്ട്. ചുരുക്കം പറഞ്ഞാൽ നല്ലൊരു ആൻറ്റി ഏജിങ്
ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് കോഫി. ഒരു പ്രിമച്വർ ഏജിങ് തടയാനായിട്ട്, പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കോഫിക്ക് ഒരുപാട് സഹായിക്കാൻ പറ്റും. അപ്പോൾ കോഫിയും നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആളാക്കി മാറ്റിയാൽ ഏറ്റവും നല്ലതാണ്. ഞാൻ ഒരുപാട് DIYസിൽ കോഫിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കാണിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഫേസ് പാക്കിൽ നമ്മൾ കോഫി ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കും. പിന്നെ കടലമാവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബേസൻ മീൻസ് ഗ്രാം ഫ്ലവർ. ഇതിനുള്ള ഗുണം എന്ന് വെച്ചാൽ ധാരാളം എൻസൈംസ് അടങ്ങിയിട്ടുണ്ട്, നാച്ചുറൽ എൻസൈംസ്. ആ ഒരു എൻസൈംസിൻ്റെ പ്രവർത്തനം കൊണ്ട് തന്നെ മുഖത്ത് ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റമായിരിക്കും. പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കുറയ്ക്കും, ഫേസ് നല്ലതായിട്ട് ബ്രൈറ്റ് ആകും, കളർ കൂടാനായിട്ട് സഹായിക്കും, കുറച്ചുകൂടി ഒരു സ്കിന്ന് കുറച്ചുകൂടെ ക്ലിയർ ആകും, നല്ലൊരു ക്ലെൻസറാണ്, ഡെഡ് സ്കിൻ സെൽസിനെ എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുക. അപ്പോൾ ഡെഡ് സ്കിൻ സെൽസ് മാറിപ്പോകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടാകും, സ്കിന്ന് കുറേ കൂടെ ഒരു ക്ലിയർ സ്കിന്നാകും, അതിൻ്റെ കളറ് കംപ്ലക്ഷനൊക്കെ കുറച്ചുകൂടെ ബ്രൈറ്റർ ആകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കടലമാവിനും ഉണ്ട്. അപ്പോൾ ഓവറോൾ ഇതെല്ലാം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നത്. പിന്നെ ഞാൻ ഈ കടലമാവ് ചേർക്കുന്നത് കൊണ്ട്, കടലമാവ് ചിലപ്പോൾ ഒരു പക്ഷേ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അത് കുറച്ചുകൂടെ ഡ്രൈ ഔട്ട് ചെയ്യുന്നുള്ളത് കൊണ്ടും ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഓയിൽ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാച്ചുറൽ സെബത്തിൻ്റെ അതേ ക്വാളിറ്റിയുള്ള കാര്യമാണ് ഹൊഹോബ ഓയിൽ, എൻ്റെ ഫേവറേറ്റാണിത്. അതുകൂടി ഒരല്പം ചേർക്കും ഈ ഒരു മിക്സിൽ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മുഖത്തൊരു പാക്ക് പോലെ ഇടുന്നു. കുറേ 15 മിനിറ്റ് ഇരുന്നിട്ട് വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, നന്നായിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ മുഖം എന്താവും, നല്ല സുന്ദരിയാകും. ആണുങ്ങൾ തേക്കുകയാണെങ്കിൽ സുന്ദരന്മാരാകും. ഓക്കെ, സുന്ദരന്മാരും സുന്ദരികളാകാം. അതായത് ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് സൗന്ദര്യം പെട്ടെന്ന് വർദ്ധിപ്പിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ പെട്ടെന്ന് സുന്ദരനുമാകാനായിട്ട് എന്താ ചെയ്യുക? അപ്പോൾ ഇത് ഒരു പൊടിക്കൈയാണ്. ഇതൊക്കെ DIYs ആണ്, നമുക്ക് നഷ്ടമുള്ള കാര്യമൊന്നുമില്ല, വലിയ ചിലവുള്ള കാര്യമല്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ്. ഇപ്പോൾ ഒരു ഓയിലൊക്കെ മേടിച്ച് വെച്ച് ഇതിനല്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്താലും മതി. ഒരു കുപ്പി മേടിച്ചാൽ എത്രയോ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നമൊന്നുമില്ല, വലിയ എക്സ്പെൻസീവ് പരിപാടിയൊന്നുമില്ല. ഇതൊരു DIY എന്ന് പറയുമ്പോൾ തന്നെ ഡു ഇറ്റ് യുവർ സെൽഫ് എന്നാണ്, നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന കാര്യമാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമ്മൾ നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കുന്നു, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ നമുക്ക് മിക്സിങ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, മിക്സിങ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിൽ ഞാനിപ്പോൾ 1 ടീസ്പൂൺ കോഫി പൗഡർ എടുക്കുന്നു. അത് അത്ര തന്നെ ഇരിക്കട്ടെ. 1 ടീസ്പൂൺ കോഫി പൗഡർ, അതിനകത്തേക്ക് കുറച്ച് കടലമാവ് 1 2 ഒരു 3 ടീസ്പൂൺ കടലമാവ് ചേർക്കുന്നു. ഇത് രണ്ടും കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ കഞ്ഞിവെള്ളം, കട്ടിയായിരിക്കുന്ന തണുത്ത കഞ്ഞിവെള്ളം, നല്ല ഹൽവ മാതിരിയായിരിക്കുന്നത്, അത് ആവശ്യാനുസരണം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ടേസ്റ്റ് കഞ്ഞിവെള്ളമൊക്കെ ആവശ്യത്തിന് എടുത്ത് വെച്ചാൽ മതി. ബൗൾ നിറച്ചെടുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. ഇപ്പം നമ്മുടെ മൂക്കുത്തി ഉള്ളതുകൊണ്ട് മുഖത്ത് ക്രീമോ ഫേസ് പാക്കോ ഒക്കെ ഇടുമ്പോൾ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് ഇടണം. അതിൻ്റെ ചുറ്റുമൊക്കെ ഇട്ടെങ്കിലൊക്കെ പാടാം കുറച്ചുകൂടി. കാര്യം ഇതിപ്പോൾ അധികം നാളായില്ലല്ലോ, നല്ല ഒരു 6 മാസമൊക്കെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്രീ ആകും. ഇപ്പോൾ 1 മാസമല്ലേ ആയിട്ടുള്ളൂ മൂക്ക് കുത്തിയിട്ട്. അത് ആനിക്കുട്ടിയുടെ ആണെങ്കിൽ മൂക്കുത്തി മാറ്റേണ്ടി വന്നു, പഴുക്കുകയൊക്കെ ചെയ്തു. എനിക്ക് പഴുത്തിട്ടൊന്നും വളരെ സൂക്ഷിച്ചു കൊണ്ട് നടക്കണം, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പണിയാവില്ല. ഇനി ഇതിലേക്കാണ് നല്ലൊരു പേസ്റ്റ് പോലെ നോക്കിയേ ആക്കിയെടുത്തിട്ടുണ്ട്. അല്പം കൂടി ചേർക്കാം കേട്ടോ. യെസ്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ നല്ലൊരു പ്രസൻസ് ഉണ്ട്, അതുപോലെ കോഫിയുടെ പ്രസൻസും വളരെയധികം ഉണ്ട്, കടലമാവും ആവശ്യം പോലെ ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം നമ്മുടെ ഹൊഹോബ ഓയിലും കൂടി ഞാൻ ചേർക്കുന്നു. കുറച്ച്, ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂൺ. ഓക്കെ, മതിയാവും. യെസ്, അതും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുന്നത്. അപ്പോൾ ഹൊഹോബ ഓയിലിന് പകരം പക്ഷേ വെളിച്ചെണ്ണ ഒന്നും തേക്കരുത് കേട്ടോ, ഇതുപോലെ മിക്സ് ചെയ്ത്. നമുക്ക് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഈസ് ഓക്കെ. അപ്പോൾ നല്ല, അതായത് പോസൊന്നും ക്ലോഗ് ചെയ്യുന്ന ഓയിൽസൊന്നും നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. അതായത് നോൺ കൊമഡോജനിക് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ. കൊമഡോജനിക് ഓയിൽ എന്ന് പറയുമ്പോൾ പോസൊക്കെ ക്ലോഗ് ചെയ്യും, പോസൊന്നും അളയാൻ പാടില്ല എണ്ണ കയറിയിട്ട്. അങ്ങനെ ഒരു പ്രധാന കാര്യമുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് നോക്കിക്കോളൂ, നല്ല സ്മൂത്ത് പേസ്റ്റ്. മുഖം ഒന്ന്
തലമുടി ഒന്ന് ഫിക്സ് ചെയ്യട്ടെ. ഓക്കെ, അയ്യോ ഒതുക്കി വയ്ക്കാൻ നോക്കാം. ഓക്കെ, കുറച്ച് തയ്യാറെടുപ്പുകൾ വേണം. ടവലൊക്കെ ഒന്ന് വെച്ചിട്ട്, യെല്ലോ ടീഷർട്ട്, യെല്ലോ ടവൽ. ഒരു കോയിൻസിഡൻസ് ആണോ എന്ന് എനിക്ക് സംശയം. ഞാൻ മനഃപൂർവ്വം എടുത്തല്ല. അത്യാവശ്യം നല്ല ജലദോഷമാണ് കേട്ടോ. നല്ല സാരമില്ല. ഓക്കെ, ആഹാ, നല്ല തണുപ്പ് കഞ്ഞിവെള്ളം, നല്ല തണുത്ത കഞ്ഞിവെള്ളമായിരുന്നു. എല്ലാ ഭാഗത്തേക്കും, കണ്ണിനടിയിൽ പ്രത്യേകിച്ചും. എൻ്റെ മൂക്കുത്തിയിൽ ആകാനും പാടില്ല. അപ്പോൾ ഫുൾ ഫേസിൽ ഇങ്ങനെ ഇട്ടിട്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തും കൂടി ചേർത്ത് ചെയ്യുക. ഓക്കെ, ഒരു തിക്ക് ലെയറായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആവും. ഞാൻ കഴുത്തിലേക്ക് ഇട്ടില്ല, ഇവിടെ നിന്ന് വാഷ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓ മൈ ഗോഡ്, നന്നായിട്ട് ഡ്രൈ ആയി. 15 മിനിറ്റ് ഞാൻ ഇരുന്നു. നോക്കി, എൻ്റെ മൂക്കുത്തി മാത്രം കാണാം. യെസ്, ഓ നല്ല സ്ട്രെച്ചായിട്ടുണ്ട്. ഓഹോ, അങ്ങനെ വലിഞ്ഞു പിടിക്കുന്നു. ദാറ്റ് ഈസ് അത്രയും ഡ്രൈ ആയി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അയ്യാ, ഒരു കോട്ടൺ പാഡിൽ കുറച്ചിങ്ങനെ വെറ്റാക്കി കൊടുക്കാം. ഈ ഭാഗമെല്ലാം ഞാനിങ്ങനെ അങ്ങനെ റിസൾട്ട് കണ്ടു തുടങ്ങുന്നു. അയ്യോ, എൻ്റെ ദൈവമേ, നോക്കിക്കോളൂ. അപ്പോൾ നമ്മളിങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഒരു സ്ക്രബ് പോലെ കൂടി യൂസ് ചെയ്യാം. കാര്യം ഇതിപ്പോൾ ഇങ്ങനത്തെ കാപ്പിപ്പൊടിയാണെങ്കിൽ തരി ഉണ്ടാവും, ഇൻസ്റ്റൻ്റ് അല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്ക്രബായിട്ടും കൂടി ഇത് യൂസ് ചെയ്യാം, എക്സ്ഫോളിയേറ്റ് ചെയ്യാം. ഓൾറെഡി ഡെഡ് സ്കിൻ സെൽസ് പോകും, ഇതിനകത്ത് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഇതിങ്ങനെ സ്ക്രബ് ചെയ്ത് മാറ്റുമ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്ക്രബ് ചെയ്യുന്ന പോലെ കിട്ടും, നല്ല അളകും. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, കണ്ണിനടിയിലെ തടിപ്പ്, കറുപ്പ് എല്ലാം കുറയും. ഇതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാക്കായിട്ട് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഡെയിലി നിങ്ങൾ മുഖത്ത് കഞ്ഞിവെള്ളം, കോഫി പൗഡർ മുതലായ കാര്യങ്ങൾ ഇടുകയാണെങ്കിൽ, കടൽമാവ് വേണ്ട, കഞ്ഞിവെള്ളവും കോഫി പൗഡറും മാത്രം ഇട്ടാൽ മതി. കോഫി കണ്ണിനടിയിലും മുഖത്ത് കംപ്ലീറ്റ് ആയിട്ട് കഞ്ഞിവെള്ളവും ഇട്ടാൽ വളരെ എഫക്റ്റീവായിരിക്കും. ഭയങ്കര റിസൾട്ടായിരിക്കും ഭാവിയിൽ. 1 മാസം അങ്ങനെ ഇട്ട് നോക്കൂ, നല്ല റിസൾട്ട് കിട്ടും. ആഹാ, മുഖമൊക്കെ നല്ല തെളിഞ്ഞു വരുന്നുണ്ട്. ഈ പാക്ക് ഇടുന്നതിന് മുന്നേ ഉള്ള മുഖവും ഈ മുഖവും തമ്മിൽ കുറച്ച് വ്യത്യാസമില്ലേ? ഉണ്ട്. കുറച്ചുകൂടെ ഫ്രഷ് ആൻഡ് ഗ്ലോയി ആൻഡ് ബ്രൈറ്റായി. ഒരു മേക്കപ്പും ഇല്ല കേട്ടോ, കംപ്ലീറ്റ് അല്ലാണ്ടാണ് ഞാൻ കാണിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ. മുഖത്ത് മേക്കപ്പ് ഇട്ടിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇത്രയും കോഫി കലക്കി. ഇനി കുറച്ച് നല്ല വെള്ളവും കുറച്ചുകൂടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഫ്രഷ് വാട്ടർ. ഇത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, കണ്ണിന് അടിഭാഗമല്ല കുറച്ചുകൂടി സ്വെല്ലിങ് ഉണ്ടായിരുന്നു, അത് നല്ലോണം കുറഞ്ഞു. അപ്പോൾ വാട്ടർ റിട്ടൻഷൻ
നടത്താതിരിക്കാനായിട്ട് സ്കിന്നിന് വാട്ടർ റീറ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു സംഗതി ഇത് മാറ്റും. കോഫി ആൻറ്റിയാണത്, ആൻറ്റി വാട്ടർ റിട്ടൻഷനാണ്. ആഹാ, ഇങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ തെന്നി പോവാ. എനിക്ക് ശബ്ദം കേൾപ്പിച്ചു തരാൻ പറ്റുന്നത് കേൾപ്പിച്ചത് ഇങ്ങനെ ആഹാ, തൊടുമ്പോൾ തന്നെ ഇങ്ങനെ സ്മൂത്തായിട്ട്, ഞാൻ പറഞ്ഞ മനസ്സിലായോ, ഇങ്ങനെ സ്മൂത്ത് ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതിൻ്റെ മാർബിൾ ഇങ്ങനെ നമ്മൾ സ്മൂത്ത് തറയിലൊക്കെ നടക്കില്ല, അതുപോലത്തെ ഒരു സ്മൂത്ത്നെസ് സ്കിന്നിന് കിട്ടിയിട്ടുണ്ട്. ക്ലീനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം ഞാൻ ഇവിടെ ഇരുന്ന് ചെയ്യുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, കുറച്ച് വെള്ളത്തിലാണ് ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇനി ഞാൻ വാഷ് ബേസിന് ചെന്ന് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യാം. അപ്പോഴാണത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എത്രത്തോളം ഇഫക്റ്റീവായിരുന്നു എന്ന്. ഒരു രക്ഷയില്ലാത്ത മാറ്റം നോക്കൂ. ഭയങ്കര ഭയങ്കര മാറ്റം, രക്ഷയില്ല കേട്ടോ. അടിപൊളി, സൂപ്പർ, അങ്ങനെ ഞാൻ പറയുള്ളൂ. ഓക്കെ, മുടി അഴിച്ചിടാം. ഇനി കുഴപ്പമില്ല, നമ്മൾ ക്ലിപ്പ് ചെയ്ത് വെച്ച സ്ഥലത്തുനിന്ന് മാറ്റി. നല്ല മാറ്റമില്ലേ? സി മൈ ഫേസ്. അപ്പോൾ നമ്മൾ എന്താകുന്നത്, നമ്മളെല്ലാവരും തന്നെ സുന്ദരികളാകും, സുന്ദരന്മാരും ആകും. ഇങ്ങനൊരു പാക്കറ്റ് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മാറ്റമാണ്. നമുക്കൊരു ഫംഗ്ഷന് പോകണമെങ്കിലോ എന്തെങ്കിലും ആണെങ്കിൽ ഒരു 20 മിനിറ്റ് മാറ്റി വെച്ചാൽ മതി. ഈ ഒരു പാക്ക് ഇടുന്നു, പെർഫെക്റ്റ്, അടിപൊളി. അപ്പോൾ 20 മിനിറ്റ്സിൽ സുന്ദരിയാകാം ഓർ സുന്ദരനാകാം. ഗംഭീരമായില്ലേ? നല്ല മാറ്റമാണ്, നല്ല മാറ്റമാണ്. അപ്പോൾ ഒരിടത്തും പോയി ഫേഷ്യലൊന്നും ചെയ്യേണ്ട, നമുക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് ഭയങ്കരമായിട്ട് മാറും ഫേസ്. യെസ്, എക്സലൻ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ആഹാ, ഞാൻ വളരെ ഹാപ്പിയാണ്. അയ്യോ, രക്ഷയില്ല. ഇനി ഞാൻ മോയ്സ്ചറൈസർ മാത്രം പുരട്ടിയാൽ മതി. ഓക്കെ, ഞാൻ എപ്പോഴും രാത്രി ആണ് ഇങ്ങനത്തെ ബ്യൂട്ടി വ്ളോഗ് കൂടുതൽ സമയം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതൊന്നുകൂടി ഞാൻ വാഷ് ബേസിൻ്റെ അടുപ്പിൽ ഒന്ന് വാഷ് ചെയ്യും, എന്നിട്ട് തുടച്ചിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ ഇടും. പിന്നെ നൈറ്റ് ക്രീം എന്താണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുപോലെ. ഇപ്പോൾ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ ഒക്കെ പുരട്ടുകയാണെങ്കിൽ അത് പുരട്ടിയിട്ട് എൻ്റെ നൈറ്റ് ക്രീമും തേച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. എനിക്കിപ്പോൾ നൈറ്റ് ക്രീമായിട്ട് ഞാൻ എൻ്റെ അലോവേറയും നമ്മളൊരു മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടില്ല, അത് ഭയങ്കര എഫക്റ്റീവാണ്. ഹോബ ഓയിലെല്ലാം കൂടി ഉള്ളത്, അത് ഞാൻ തേക്കാറുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു നല്ലൊരു നൈറ്റ് ക്രീം, അത്രേ ഉള്ളൂ. രാത്രിയാണെങ്കിൽ. പകലാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്താ ചെയ്യേണ്ടത്, മോയ്സ്ചറൈസർ പുരട്ടണം. അത് കഴിഞ്ഞിട്ട് നല്ലൊരു സൺസ്ക്രീൻ പുരട്ടിയിട്ട് മാത്രമേ പുറത്തേക്ക് ഇറങ്ങാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാറ്റം പെട്ടെന്ന് തന്നെ പോകും. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, എന്തൊരു സുഖം എന്നറിയാമോ. സ്മൂത്ത്, ഈവൻ ടോണായി, ബ്രൈറ്റായി, എനിക്കൊരു ഭയങ്കര ഗ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു സുഖം തോന്നുന്നു. എൻ്റെ മുഖം ഇങ്ങനെ കണ്ണാടിയിൽ നോക്കുമ്പോൾ പോലെ എനിക്കിതിൽ കാണാമല്ലോ, ഭയങ്കര മാറ്റമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഒരു മാറ്റം ഉണ്ടാകും. നമ്മുടെ സ്കിന്നിൻ്റെ കളർ എന്താണോ അത് അതിനെക്കാട്ടിലും ഒരല്പം കൂടി ഒന്ന് മെച്ചപ്പെടുത്തി തരും. കുറച്ചുകൂടി ഗ്ലോ ഉണ്ടാകും, കുറച്ചുകൂടി ബ്രൈറ്റ് ആകും, കുറച്ചുകൂടെ എന്താ പറയേണ്ടത്, എനിക്ക് പറയാൻ വാക്കുകളില്ല, ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അത്രയും നല്ലതാണ്. അപ്പോൾ ഇതൊരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ള കാര്യങ്ങളാണ് ഞാൻ ജോയിൻ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതിൽ അപ്പം നിർബന്ധമായിട്ട് എല്ലാ ദിവസവും മുഖത്ത് കഞ്ഞിവെള്ളം, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് പുരട്ടി നോക്കൂ, നല്ല മാറ്റം ഉണ്ടാകും. പിന്നെ കണ്ണിനടിയിൽ കറുപ്പ് തടിപ്പുള്ളവരെ കോഫി ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് തേച്ച് വയ്ക്കാം. ഓക്കെ, എല്ലാ ദിവസവും. അതും ഭയങ്കര മാറ്റമുണ്ട്, വലിഞ്ഞു പോവും ഇതെല്ലാം. ഓക്കെ, ആ കറുപ്പൊക്കെ മാറും, ഭയങ്കര മാറ്റം ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ചെയ്യാം. അപ്പോൾ സന്തോഷം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ആഴ്ചത്തെ ബ്യൂട്ടി വ്ളോഗ്. അപ്പോൾ റിസൾട്ട് എൻ്റെ അടുത്ത് അറിയിക്കണം. ഓക്കെ, ഇതിന് മുന്നേ കാണിച്ചിട്ടുള്ള കോഫി ചേർത്തിട്ടുള്ള എല്ലാ പാക്കും ഒരുപാട് പേർക്ക് ഭയങ്കര ഇഫക്റ്റീവാണ്. ഇതും അതുപോലെ ഇഫക്റ്റീവായിരിക്കും, ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.